ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ് ട്രഷറി. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫ്രാക്ഷൻസിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഡെസിമൽസിനെ ഫ്രാക്ഷൻസ് ആക്കി മാറ്റാനും ഒക്കെ നമ്മൾ പഠിച്ചു. അതിനിടയ്ക്ക് റെക്കറിങ് ഡെസിമൽസ് എന്താണെന്നും റെക്കറിങ് ഡെസിമൽസിനെ എങ്ങനെ ഫ്രാക്ഷനാക്കി മാറ്റാമെന്നും ഒക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെക്കറിങ് ഡെസിമൽസിൻ്റെ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 2 ചോദ്യങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 0.4 ബാർ പ്ലസ് 0.3 ബാർ. ഇവിടെ 4 റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ 3 റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഇതിനെ ആഡ് ചെയ്യുന്നതിന് നമ്മൾ ഫ്രാക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. അതാണ് ചെയ്യാം. അതായത് 0.4 ബാർ എന്നുള്ളതിനെ നമ്മൾ ഒറ്റ ഒരെണ്ണമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് 4 ന്യൂമറേറ്ററിൽ എഴുതി, ഡിനോമിനേറ്ററിൽ ഒരു 9 പ്ലസ് ഇതിനെ എങ്ങനെ എഴുതും? 3 ന്യൂമറേറ്ററിൽ എഴുതി 9, 3/9. സിമ്പിൾ. ന്യൂമറേറ്റർ അങ്ങ് ആഡ് ചെയ്താൽ മതി. 4 3 7, 7/9. 7/9നെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. 0.7 ബാർ. ഓക്കെ. അടുത്തത് 0.35 ബാർ മൈനസ് 0.21 ബാർ. ഇവിടെ 5 റിപ്പീറ്റ് ചെയ്യുന്നു, 3 റിപ്പീറ്റ് അല്ല. ഇവിടെ 2 റിപ്പീറ്റ് അല്ലാതെ കിടപ്പുണ്ട്, 1 റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതായത് ഈ 35ൽ നിന്ന് നമ്മൾ റിപ്പീറ്റ് അല്ലാത്ത നമ്പർ സബ്ട്രാക്ട് ചെയ്താണ് ന്യൂമറേറ്ററിൽ എഴുതുന്നത്. അതായത് 35 മൈനസ് 3 മനസ്സിലായല്ലോ, ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരെണ്ണമാണ്, അപ്പോൾ ഒരു 9. റിപ്പീറ്റ് ചെയ്യാതെ ഒരെണ്ണമുണ്ട്, അതിന് 0. അപ്പം 90 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. മൈനസ് ഇവിടെയും അത് തന്നെയല്ലേ, 90 ആണ് അവിടെ ഡിനോമിനേറ്ററിൽ. ഇതുപോലെ തന്നെയാണിത്. 90ൽ ന്യൂമറേറ്റർ എന്ത് വരും? 21ൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ 2 സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 35 മൈനസ് 3 32 ഡിവൈഡഡ് ബൈ 90 മൈനസ് ഇത് സബ്ട്രാക്ട് ചെയ്താൽ 19/90. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു, ഇപ്പോൾ ഇതെന്തോ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ പോരെ. അപ്പോൾ എത്ര വരും? 13 ഡിവൈഡഡ് ബൈ 90. ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്ത് ഡിനോമിനേറ്റർ അതുപോലെ എഴുതുന്നു. ഇനി ഇതിനെ നമുക്ക് ഇവിടെ ഇപ്പം ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത് 1 റിപ്പീറ്റ് ചെയ്യാതെയും കിടപ്പുണ്ട്. അപ്പോൾ ആൻസറും അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ 13 എന്നുള്ളത് ഇതൊരു ഫ്രാക്ഷൻ ആണ്. നമ്മൾ ഇവിടെ ഇതിനെ 35 ബാർ എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതിയത്. ഫ്രാക്ഷൻ ആക്കാൻ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇവിടുന്ന് ഡെസിമലാക്കാൻ ഈ 3 ഈ റിപ്പീറ്റായിട്ട് അല്ലാത്തത് നമ്മൾ ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ. ഇവിടെ 3 സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് എന്നിട്ട് അതിൽ നിന്ന് ഈ രൂപത്തിൽ എഴുതിയെങ്കിലേ നമുക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതും 1 റിപ്പീറ്റ് ചെയ്യാത്തതുമാണ്. അപ്പോൾ എന്ത് വരും? ഇപ്പോൾ 13 ആകുമ്പോൾ 1 റിപ്പീറ്റ് ചെയ്യുന്നതല്ല, ഇത് റിപ്പീറ്റ് ചെയ്യും. നമുക്ക് ഇതിനെ നേരിട്ട് അങ്ങനെ വരയിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് 1 ആഡ് ചെയ്യുന്നു, റിപ്പീറ്റ് അല്ല, അതായത് 14. അപ്പോൾ നമുക്ക് 14 മൈനസ് 1 എന്നെഴുതാം. 14 മൈനസ് 1/90. മനസ്സിലായല്ലോ, 14 മൈനസ് 1/90. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതിനെ ഇത് റിപ്പീറ്റ് ചെയ്യാത്ത ഈ 1 സബ്ട്രാക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ 0.14 ബാർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ തിരിച്ചിങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിൽ 14 മൈനസ്
റിപ്പീറ്റ് ചെയ്യാത്ത 1. ഓക്കെ, അതാണ് എൻ്റെ ആൻസർ. റെക്കറിങ് ഡെസിമൽസിനെ ഫ്രാക്ഷൻ ആക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഇത് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകുന്നതാണ്. 0.3 ബാർ ഇൻറ്റു 0.6 ബാർ ദാറ്റ്സ് ഈക്വൽ ടു 0.3 ബാർ എന്ന് പറഞ്ഞാൽ 0.3333 എക്സെട്ര. ഇത് 666 ആവർത്തിച്ച് വരും. ദെർഫോർ ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 3/9 അല്ലേ? 3/9 ഇൻറ്റു ഇതിനെ ഫ്രാക്ഷൻ ആക്കിയാൽ 6/9. ഓക്കെ, വെട്ടാം. 3യും ഇതും കൂടെ വെട്ടി ഒരു 3, ഈ 3യും 6ഉം കൂടെ വെട്ടി 2. Therefore the answer is 2/9. അതെങ്ങനെ എഴുതാം? ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന പോലെ എഴുതിയാൽ എങ്ങനെ എഴുതാം? 0.2 ബാർ. നെക്സ്റ്റ് ഈസ് 0.132 ബാർ. ഇത് 132 132 132 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇതാണെങ്കിൽ 0.396 396 396 396 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. ഇതിനെ ഫ്രാക്ഷൻ ആക്കിയാൽ 132 ഡിവൈഡഡ് ബൈ 39 അല്ലേ? അങ്ങനെയാണ്. 3 എണ്ണം റിപ്പീറ്റ് ചെയ്ത് വരുന്നു, 3 9 എഴുതുന്നു. 999 ഡിവൈഡഡ് ബൈ ഇതെഴുതുമ്പോൾ 396 ഡിവൈഡഡ് ബൈ അവിടെയും 39. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്യാൻ തിരിച്ചിട്ട് റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യണം. 132 ബൈ 999 ഇൻറ്റു 999 ബൈ 396 വെട്ടി. ഇത് 3 ടൈംസ് ആണ്. 3 2 6 3 9 1 3 3 അല്ലേ? അപ്പോൾ ഇതും കൂടെ വെട്ടി 3. അപ്പോൾ എന്താണ് ആൻസർ? 1/3. 1/3 എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഈ രൂപത്തിലാക്കാൻ ഒക്കുമോ എന്ന് പറഞ്ഞാൽ 1/3 നമുക്ക് ഇവിടെ 9 ആക്കാം അല്ലേ? 3 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്തെഴുതാം? 3/9 ദാറ്റ്സ് ഈക്വൽ ടു 3/9 നമുക്ക് എന്തെഴുതാം? 0.3 ബാർ 3333 എക്സെട്ര. ഓക്കെ, 0.48 ബാർ പ്ലസ് 0.67 ബാർ മൈനസ് 0.15 ബാർ. ഇവിടെ എല്ലായിടത്തും 2 ഡിജിറ്റ് റിപ്പീറ്റിംഗ് ആണ്. 48 48 48 അങ്ങനെ 67 67 അങ്ങനെ 15 15 15 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യണം, അതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. അതാണ്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ആക്കാമല്ലോ. എങ്ങനെ എഴുതാം? ഇത് 48 ഡിവൈഡഡ് ബൈ 2 ഡിജിറ്റ് റിപ്പീറ്റ് ആയതുകൊണ്ട് 99 പ്ലസ് 67 2 ഡിജിറ്റ് റിപ്പീറ്റ് 99 മൈനസ് 15 ഡിവൈഡഡ് ബൈ 99. ഇത് രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 60 40 100 8 7 15. അപ്പോൾ 115. 115ൽ നിന്ന് 15 സബ്ട്രാക്ട് ചെയ്യും. 100 അല്ലേ? 100 ബൈ 99 അല്ലേ? 100 ബൈ 99 നമുക്കതെങ്ങനെ എഴുതണം? ദാറ്റ്സ് ഈക്വൽ ടു എന്താക്കണം? ഇത് ഇംപ്രോപ്പറാണ്, നമ്മളതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നു. എങ്ങനെ ആകാം? 1 and 1/99 അല്ലേ? 99 100 1 and 1/99. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് എല്ലായിടത്തും 2 വീതം റിപ്പീറ്റ് ചെയ്യുന്നു എന്നായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ എഴുതാം? അപ്പോൾ ഇതെന്ന് പറയുന്നത് 1 + 1/99 എന്നാണ്. ഇത് 1 എന്നുള്ളതിനെ നമുക്ക് 01 എന്നങ്ങ് എഴുതാം.
സാധാരണ അങ്ങനെയല്ലേ, ഒറ്റ ഡിജിറ്റ് ഉള്ളതിനെ നമ്മൾക്ക് 01/99. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇപ്പോൾ 2 ഡിജിറ്റ് റിപ്പീറ്റ് ആകുന്നു. അപ്പോൾ എന്ത് വരും? 1 + 0.01 ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 1.01 ബാർ. അപ്പോൾ 1.01010101 എക്സെട്ര അങ്ങനെയാണ്. മനസ്സിലായല്ലോ? 22.4 ബാർ പ്ലസ് 11.567 ബാർ മൈനസ് 33.59 ബാർ. ഇവിടെ 444 എക്സെട്ര. ഇവിടെ 5 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 6767 അങ്ങനെ പോകുന്നു. ഇവിടെ 5 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 999 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുന്നു. ഫ്രാക്ഷൻ ആക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ഹോൾ നമ്പർ പാർട്ടുണ്ട്. ഹോൾ നമ്പർ പാർട്ട് ഇതിപ്പോൾ 22, ഇവിടെ 11, ഇവിടെ 33. അത് നമുക്കങ്ങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 22 11, 22 + 11 33, 33 - 33 0. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഹോൾ നമ്പർ നമുക്ക് നോക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ ബാക്കി എഴുതിയാൽ മതി. ഡെസിമൽ പാർട്ട് മാത്രം എഴുതാം. എന്ത് വരും? 0.4 ബാർ പ്ലസ് 0.567 ബാർ മൈനസ് 0.59 ബാർ. ഇത് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ മതി. ഇതെന്ത് വരും? ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ 2 റിപ്പീറ്റ് ചെയ്യുന്നു, 1 റിപ്പീറ്റ് ചെയ്യാതെ കിടപ്പുണ്ട്. ഇവിടെ 1 റിപ്പീറ്റ് ചെയ്യാതെ 1 റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇത് സിമ്പിൾ. 4/9 പ്ലസ് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യാത്തത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 567 - 5 ഡിവൈഡഡ് ബൈ 2 റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 9, 1 റിപ്പീറ്റ് ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഒരു 0 മൈനസ് ഇവിടെ 59 മൈനസ് 5 റിപ്പീറ്റ് ചെയ്യാത്ത സബ്ട്രാക്ട് ചെയ്തു ബൈ 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 9, 1 റിപ്പീറ്റ് ചെയ്യാതെ കിടക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 4/9 പ്ലസ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 562 ഡിവൈഡഡ് ബൈ 990 മൈനസ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 54/90. ഓക്കെ, ഇവിടുത്തെ LC എടുക്കണം. 990 അല്ലേ ആണ് ഇതിൻ്റെ LCM. 990ൽ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 110, 11 9 99 അല്ലേ, 11 × 9. അപ്പോൾ 110 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 440 അല്ലേ, 4 കൊണ്ട് 110 × 4 440. ഇത് അതുപോലെ എഴുതുന്നു. 562 ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 11 × 9. അപ്പോൾ അതങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? മൈനസ് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്ത് ചെയ്യണം? 4 5 4 9 പിന്നെ 1 5 5. അപ്പോൾ ഇത് ആഡ് ചെയ്യുക, എന്നിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യുക. എത്ര വരും? ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ 400 500 900, 40 60 100. അപ്പം 1000 ആയി. പിന്നെ 1002 1002ൽ നിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്യണം? 594 സബ്ട്രാക്ട് ചെയ്യുക. എത്ര വരും? 12 8 9 9 0. അപ്പോൾ ഇവിടെ 408 408 ആണിവിടെ കിട്ടുന്നത്. 408 ബൈ 990. ഇനി ഇതിനെ കൺവേർട്ട് ചെയ്ത് ഇവിടെ ഇപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ 2 ഇവിടെ 1. അപ്പം ആൻസറിനകത്ത് മാക്സിമം 2 റിപ്പീറ്റ് ചെയ്യുന്നതും കാണും, 1 റിപ്പീറ്റ് ചെയ്യാത്തതും കാണും.
അപ്പോൾ ഈ 408 നമുക്ക് ഇങ്ങനെ അങ്ങ് എഴുതാനൊക്കത്തില്ലല്ലോ. എന്ത് ആഡ് നമുക്ക് ഇതേപോലെ എഴുതണം. എഴുതിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര 408 എന്ന് പറയുമ്പോൾ ഈ 4 ഒന്ന് കൂട്ടി നോക്കി അല്ലേ, 2 എണ്ണം വലിയ റിപ്പീറ്റ് ചെയ്യുന്നു. 4 കൂട്ടി നോക്കിയാൽ 412. 412 ഇത് 4 കുറയ്ക്കുന്നതല്ലേ, അതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 412 മൈനസ് 4/990. ഓക്കെ, ഈ 412 ഇങ്ങനെ കൂട്ടുന്നതാണ് എന്നുള്ളതാണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇതിന് എങ്ങനെ എഴുതാൻ പറ്റും? 0. ഇത് വെച്ചാൽ നമ്മൾ എഴുതുന്നത് ഇനി അല്ലേ. ഇവിടെ അങ്ങനെയല്ലേ 567 ഉണ്ടോ, ഇത് അതാ ഇങ്ങോട്ട് എഴുതുന്നത്. അപ്പോൾ ഇത് 0.412 ഈ 2 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യാതെ കിടക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.333 എക്സെട്രാ അതിൻ്റെ സ്ക്വയർ എഴുതാനാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ അപ്പോൾ സാധാരണ പോലെ ഫ്രാക്ഷൻ ആക്കുന്നു. എങ്ങനെ എഴുതാം? 3/9. 3/9ൻ്റെ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു ഫ്രാക്ഷൻ്റെ സ്ക്വയർ ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ 9 ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ 9 81. ദാറ്റ്സ് ഈക്വൽ ടു വെട്ടാമല്ലോ. അപ്പോൾ എത്ര വരും? 1/9. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 1/9നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.1 ബാർ. അടുത്തത് ഇതും അതുപോലെയുള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.444 എക്സെട്രാ. ദിസ് റൂട്ട് ഓഫ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 4/9. ദാറ്റ്സ് ഈക്വൽ ടു 4ൻ്റെ റൂട്ട് എടുക്കുക 2, 9ൻ്റെ റൂട്ട് എടുക്കുക റൂട്ട് ഓഫ് 9 3. 3യെ നമുക്ക് 9 ആക്കാമല്ലോ. ഇനിയിപ്പോൾ അതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 3 ചെയ്താൽ മതി അല്ലേ. എത്ര വരും? 3 6/3 9. ദാറ്റ്സ് ഈക്വൽ ടു 0.6 ബാർ. റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റെക്കറിംഗ് ഡെസിമൽസിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റൂട്ട്, സ്ക്വയർ ഇതൊക്കെ കണ്ടു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനിയും അടുത്ത കുറേ പ്രോബ്ലംസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.